നമസ്കാരം. അറബിക്കടലിന്റെ ആഴങ്ങളിൽ ഇന്ത്യൻ കപ്പലിനെ പാക് നാവികസേന വളഞ്ഞു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആക്രമിക്കാനല്ല, മറിച്ചൊരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു അത്. ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ഒരു ഇന്ത്യൻ കപ്പൽ നടുക്കടലിൽ വെച്ചുണ്ടായ ഗുരുതരമായ ജനറേറ്റർ തകരാറിനെ തുടർന്ന് പൂർണ്ണമായും വൈദ്യുതി ബന്ധം നിലച്ച് നിശ്ചലമാവുകയായിരുന്നു. 6 ഇന്ത്യക്കാരും ഒരു ഇന്തോനേഷ്യൻ പൗരനും ഉൾപ്പെടെ 7 ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പൽ നിയന്ത്രണം വിട്ട് ഒഴുകാൻ തുടങ്ങിയതോടെ മുംബൈയിലെ മാരിടൈം റെസ്ക്യൂ ആൻഡ് കോർഡിനേഷൻ സെന്റർ പാകിസ്ഥാൻ അധികൃതരുമായി ബന്ധപ്പെട്ട് സഹായം തേടുകയായിരുന്നു. ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള, പ്രത്യേകിച്ച് ഗുജറാത്ത്, മഹാരാഷ്ട്ര തീരങ്ങളിലേക്കുള്ള കപ്പൽപാത നേരിട്ട് പാകിസ്ഥാന്റെ ഭൗമപ്രദേശത്തിലൂടെയോ അവരുടെ ആഭ്യന്തര ജലാതിർത്തിയിലൂടെയോ കടന്നു പോകുന്നില്ല. എന്നാൽ അന്താരാഷ്ട്ര നിയമപ്രകാരം കടലിലെ തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി വിഭജിച്ചിട്ടുള്ള പാകിസ്ഥാൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ റീജിയനിലൂടെ ഈ പാതയുടെ ഒരു ഭാഗം കടന്നു പോകുന്നുണ്ട്. ഓരോ രാജ്യത്തിനും അവരുടെ തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ട് എങ്കിലും വിദേശ കപ്പലുകൾക്ക് ഈ മേഖലയിലൂടെ തടസ്സമില്ലാതെ സഞ്ചരിക്കുവാൻ അന്താരാഷ്ട്ര നിയമം അനുവാദം നൽകുന്നുണ്ട്. ഒമാനിൽ നിന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് വരുമ്പോൾ കപ്പലുകൾ പാകിസ്ഥാന്റെ കടൽ അതിർത്തിയോട് ചേർന്നാണ് സഞ്ചരിക്കുന്നത്. കടലിൽ കപ്പലുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ഏത് രാജ്യം സഹായത്തിനെത്തണം എന്ന് നിശ്ചയിച്ചിട്ടുള്ള മേഖലയാണിത്. MV ഗൗതം എന്ന ഇന്ത്യൻ കപ്പൽ അപകടത്തിൽപ്പെട്ടത് പാകിസ്ഥാന്റെ രക്ഷാപ്രവർത്തന പരിധിയിലായതിനാലാണ് മുംബൈയിലെ കോർഡിനേഷൻ സെന്റർ പാകിസ്ഥാൻ അധികൃതരോട് സഹായം തേടിയത്. കപ്പലുകൾ തകരാറിലാവുകയോ നിയന്ത്രണം വിട്ട് ഒഴുകുകയോ ചെയ്യുമ്പോൾ കാറ്റിൻ്റെയും തിരമാലയുടെയും ദിശയനുസരിച്ച് അതൊരു രാജ്യത്തിൻ്റെ പരിധിയിൽ നിന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ പരിധിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപായ സിഗ്നൽ കിട്ടിയതിനെ തുടർന്ന് ഭക്ഷണവും ശുദ്ധജലവും മരുന്നുകളും ഉൾപ്പെടെയുള്ള അടിയന്തര സഹായങ്ങൾ MV ഗൗതമിലെ ജീവനക്കാർക്ക് പാകിസ്ഥാൻ നാവികസേന നൽകി. കൂടാതെ പാകിസ്ഥാനിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ കപ്പലിൽ കയറി പരിശോധന നടത്തിയെങ്കിലും കപ്പലിലെ പ്രധാന ജനറേറ്റർ അറ്റകുറ്റപ്പണി നടത്തി ശരിയാക്കാൻ സാധിക്കാത്ത വിധം തകരലാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതേസമയം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഈ സംഭവത്തിൽ അതീവ ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് നടത്തിയത്. മെയ് 4 രാത്രി 11:30 ഗാന്ധിനഗറിലെ കോസ്റ്റ് ഗാർഡ് റീജിയണൽ ആസ്ഥാനത്ത് കപ്പലിന്റെ ദുരവസ്ഥയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. മെയ് 3 തന്നെ കപ്പലിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരുന്നു. തുടക്കത്തിൽ പാകിസ്ഥാന്റെ സെർച്ച് ആൻഡ് റെസ്ക്യൂ മേഖലയായിരുന്ന കപ്പൽ പതുക്കെ ഇന്ത്യൻ സമുദ്രാതിർത്തി ലക്ഷ്യമാക്കി ഒഴുകാൻ തുടങ്ങി. മെയ് 4 രാത്രിയോടെ ദ്വാരക ലൈറ്റ് ഹൗസിൽ നിന്നും ഏകദേശം 262 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യൻ സമുദ്രാതിർത്തിക്കുള്ളിലേക്ക് കപ്പൽ പ്രവേശിച്ചു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ രാജ്രത്തൻ എന്ന കപ്പൽ ഉടൻ തന്നെ സ്ഥലത്തെത്തി നിരീക്ഷണം ആരംഭിക്കുകയും ജീവനക്കാരുമായി ആശയവിനിമയം സ്ഥാപിക്കുകയും ചെയ്തു. ബാറ്ററി ബാക്കപ്പിൽ പ്രവർത്തിക്കുന്ന VHF റേഡിയോ സംവിധാനങ്ങൾ മാത്രമാണ് കപ്പലിൽ അവശേഷിച്ചിരുന്ന ആശയവിനിമയ മാർഗം. വൈദ്യുതിയും വെളിച്ചവും ഇല്ലാത്ത അവസ്ഥയിലും ഇത്രയും വലിയൊരു ചരക്ക് കപ്പൽ കടലിൽ ഒഴുകി നടക്കുന്നത് മറ്റ് കപ്പലുകൾക്ക് വലിയ അപകട ഭീഷണിയാണെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിലയിരുത്തൽ. കപ്പലിന്റെ എഞ്ചിൻ പ്രവർത്തിക്കാൻ സാധിക്കാത്തതിനാൽ അതിനെ കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ ആവശ്യമായ ടഗ് സൗകര്യം ഏർപ്പെടുത്താൻ കപ്പൽ ഉടമസ്ഥരോട് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് വഴി അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇന്ത്യൻ കപ്പലിനെ സഹായിച്ചത് ആത്മാർത്ഥത കൊണ്ടല്ല എന്നതാണ് സത്യം. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ അനുസരിച്ച് കടലിൽ അപകടത്തിൽപ്പെടുന്ന കപ്പലുകളെയും മനുഷ്യജീവനുകളെയും സംരക്ഷിക്കുക എന്നത് ഓരോ തീരദേശ രാഷ്ട്രത്തിൻ്റെയും ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ്. പാകിസ്ഥാൻ തങ്ങളുടെ രക്ഷാപ്രവർത്തന പരിധിയിൽ വെച്ച് ഇന്ത്യൻ കപ്പലായ MV ഗൗതമിനെ സഹായിച്ചില്ലായിരുന്നു എങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്കും നിയമപരമായ ചർച്ചകൾക്കും വഴിവെക്കുമായിരുന്നു. എന്നാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സഹായിച്ചില്ല എന്ന കാരണത്താൽ ആ രാജ്യത്തിന് മേൽ നേരിട്ട് സാമ്പത്തിക പിഴ ഈടാക്കാനോ നിലവിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളിൽ വ്യക്തമായ വ്യവസ്ഥകളില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമുദ്ര നിയമങ്ങൾ പ്രധാനമായും രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ ആർട്ടിക്കിൾ 98 പ്രകാരം ഓരോ രാജ്യവും തങ്ങളുടെ പതാക വഹിക്കുന്ന കപ്പലുകളിലെ ക്യാപ്റ്റന്മാരോട് കടലിൽ അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നിർദ്ദേശിക്കണം. അതുപോലെ തന്നെ തീരദേശ രാജ്യങ്ങൾ തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന സമുദ്രഭാഗത്ത് ഫലപ്രദമായ തിരച്ചിൽ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇത് ഒരു നിയമപരമായ ബാധ്യതയാണെങ്കിലും ഇത് ലംഘിക്കപ്പെട്ടാൽ അത് പരിഹരിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനോ ഐക്യരാഷ്ട്രസഭയ്ക്കോ ഒരു രാജ്യത്തിന് മേൽ കോടതി മുഖേന പിഴ ചുമത്താൻ കഴിയില്ല. പകരം അത്തരം രാജ്യങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ഒറ്റപ്പെടുകയും അവരുടെ സമുദ്ര സുരക്ഷാ വിശ്വാസ്യത തകരുകയും ചെയ്യും. ഇത് ഭാവിയിൽ ആ രാജ്യത്തിൻ്റെ കപ്പലുകൾ അപകടത്തിൽപ്പെടുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സമാനമായ അവഗണന നേരിടാൻ കാരണമായേക്കാം. സമുദ്ര സുരക്ഷയ്ക്കായുള്ള അന്താരാഷ്ട്ര കരാറായ സോളോസ് പ്രകാരം അപകടം അറിയിച്ചുകൊണ്ടുള്ള സന്ദേശം ലഭിച്ചാൽ ഏറ്റവും അടുത്തുള്ള കപ്പലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തീരദേശ സേനയോ സഹായത്തിന് എത്തേണ്ടതുണ്ട്. പാകിസ്ഥാൻ ഈ സഹായം നിഷേധിച്ചിരുന്നു എങ്കിൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനിൽ പാകിസ്ഥാനെതിരെ പരാതി നൽകുവാനും നയതന്ത്രപരമായ ഉപരോധങ്ങൾക്കായി വാദിക്കാനും സാധിക്കുമായിരുന്നു. ഒരു രാജ്യം
തുടർച്ചയായി ഇത്തരം ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ സമുദ്രമേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ല എന്ന് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുകയും അത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ ബാധിക്കുകയും ചെയ്യും. അല്ലാതെ ഒരു ട്രാഫിക് നിയമലംഘനത്തിന് പിഴ അടയ്ക്കുന്നത് പോലെ ലളിതമായൊരു ശിക്ഷാ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളിൽ ലഭ്യമല്ല. കൂടാതെ സമുദ്ര നിയമങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിലുള്ള ബാധ്യത ചില നിബന്ധനകൾക്ക് വിധേയമാണ്. ഒരു കപ്പലിനെ സഹായിക്കുന്നത് സ്വന്തം കപ്പലിൻ്റെയോ സൈനികരുടെയോ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന് തോന്നുകയാണെങ്കിൽ ആ രാജ്യത്തിന് സഹായം നൽകുന്നതിൽ നിന്ന് സാങ്കേതികമായി ഒഴിഞ്ഞു മാറാൻ സാധിക്കും. ഉദാഹരണത്തിന് യുദ്ധ സാഹചര്യങ്ങളോ കപ്പലിൽ സ്ഫോടക വസ്തുക്കളോ ഉണ്ടെന്ന് സംശയിച്ചാൽ ഇത്തരം ഒഴിവുകേടുകൾ ഉപയോഗിക്കാം. MV ഗൗതമിൻ്റെ കാര്യത്തിൽ അത്തരം തടസ്സങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഈ കപ്പലിന് സഹായം നൽകുക എന്നത് പാകിസ്ഥാൻ്റെ ഉത്തരവാദിത്തമായി മാറി. നയതന്ത്ര തലത്തിലുള്ള തിരിച്ചടികൾ ഒഴിവാക്കാനും ആഗോളതലത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമെന്ന പ്രതിച്ഛായ നിലനിർത്താനും വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ ദൗത്യം ഏറ്റെടുത്തത്. ചുരുക്കത്തിൽ നിയമപരമായ പിഴയേക്കാൾ ഉപരിയായി നയതന്ത്രപരമായ ഒറ്റപ്പെടലും അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അനാദരവും ഭയന്നാണ് രാജ്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ സഹകരിക്കുന്നത്. അറബിക്കടലിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് അപകടത്തിലായ ഇന്ത്യൻ ചരക്ക് കപ്പൽ MV ഗൗതമിനെ സഹായിച്ച സംഭവം പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ഒരു നയതന്ത്ര നീക്കമായി വേണം കാണാൻ. സാധാരണഗതിയിൽ കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾ നാവികസേനകളുടെയും കോസ്റ്റ് ഗാർഡുകളുടെയും ഒരു ഔദ്യോഗിക ചുമതലയാണ്. എന്നാൽ പാകിസ്ഥാൻ ഈ സംഭവത്തിന് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നൽകുന്നതും വീഡിയോകൾ പുറത്തുവിടുന്നതും കേവലം ഒരു വിവര കൈമാറ്റുന്നതിനും അപ്പുറം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം പ്രചരണങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സോഫ്റ്റ് പവർ അഥവാ മൃദുശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പാകിസ്ഥാൻ നാവികസേനയുടെ വീഡിയോകൾ പ്രചരിക്കുമ്പോൾ അവർ ഉത്തരവാദിത്തമുള്ള ഒരു നാവികസേനയാണ് എന്ന സന്ദേശമാണ് നൽകാൻ ശ്രമിക്കുന്നത്. സഹായം ചെയ്യുന്നത് വലിയ കാര്യമാണെങ്കിലും അത് ലോകത്തെ അറിയിക്കാൻ കാണിക്കുന്ന അമിതമായ ആവേശം ഇതിനൊരു PR സ്റ്റണ്ട് അഥവാ പബ്ലിക് റിലേഷൻ സ്റ്റണ്ടായി മാറ്റുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളുടെയും മാരിടൈം റെസ്ക്യൂ സെൻ്ററുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുകയും ഒരു ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അത് അവസാനിപ്പിക്കുകയുമാണ് പതിവ്. എന്നാൽ ഇവിടെ വീഡിയോകളും ഹീറോ പരിവേഷവും നൽകുന്ന പോസ്റ്റുകളും പ്രചരിപ്പിക്കുന്നത് വഴി പാകിസ്ഥാൻ ഇന്ത്യ ഒരു വിധത്തിൽ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ ഈ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാം. ഇന്ന് വിവരങ്ങൾ യുദ്ധ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടുന്ന കാലമാണ്. സൈനിക വിജയങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം വിവരവിനിമയത്തിലൂടെ നടന്ന പ്രതിച്ഛായക്കാണ്. ഇത് എല്ലാ രാജ്യങ്ങളും ഇന്നും തിരിച്ചറിയുന്നുണ്ട്. പാകിസ്ഥാൻ തങ്ങളുടെ ഈ സൽപ്രവൃത്തിയെ സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിക്കുന്നത് ലോകത്തിന് മുന്നിൽ ഒരു മര്യാദ ചമയാൻ ശ്രമിക്കുന്നത് മൂലമാണ്. ഇത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ആഗോളതലത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ വിശ്വസത തിരിച്ചുപിടിക്കാനുള്ള ഒരു മാർഗമായി അവർ ഇതിനെ ഉപയോഗിക്കുന്നു എന്നതാണ് വാസ്തവം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.